അവിടുത്തെ മലാവി അച്ഛൻ ആകെ ഒരു അച്ഛനേ ഉള്ളൂ. അപ്പം ഈ 22 ഔട്ട് സ്റ്റേഷനിലൊക്കെ മാസത്തിൽ ഒരു കുർബാന അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു കുർബാനയൊക്കെയാണ് അവർക്ക് കിട്ടുള്ളൂ. എൻ്റെ പേര് സിസ്റ്റർ ട്രീസ റാഫേൽ, പാലക്കാട് FCC പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ 10 വർഷമായിട്ട് മലാവിയിലെ മുസൂസു എന്ന സ്ഥലത്ത് മിഷൻ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലാവിയിലെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കൾച്ചറൊന്നുമില്ലാത്ത, ആക്ച്വലി മലാവി നമ്മുടെ കേരളം പോലെ തന്നെ മനോഹരമായ ഒരു സ്ഥലമാണ്. പക്ഷെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വലിയ കൾച്ചറൊന്നുമില്ല. കൾച്ചറില്ല എന്ന് പറഞ്ഞാൽ അവർ പള്ളിയിലായാലും പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ നമ്മുടെ പോലെ അങ്ങനെ ഭക്തിയോ അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ഡാൻസും, പള്ളിയിലകത്ത് കടക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡാൻസും പാട്ടും അങ്ങനെ. പള്ളിയിൽ കുർബാന ഫുള്ള് എപ്പോഴും ഡാൻസും പാട്ടുമായിട്ടാണ് അവർ ചെലവഴിക്കണേ. പിന്നെ ഞങ്ങൾ നമ്മുടെ കപ്പുച്ചൻ ഫാദേഴ്സ് വഴിയാണ് 2012 മലാവിയിലേക്ക് പോയത്. 2012 മലാവിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ രണ്ട് സിസ്റ്റേഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ 6 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 2 പേര് ഹോസ്പിറ്റലിലും 2 പേര് സ്കൂളിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മലാവിയിൽ ഞങ്ങൾക്ക് കപ്പുച്ചൻ ഫാദേഴ്സിൻ്റെ കീഴിലുള്ള സ്കൂളിലും ഹോസ്പിറ്റലിലും ആയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മലയാളി ഫാദേഴ്സായിട്ട് കപ്പുച്ചൻസ് അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് 2 വർഷം 2020 എല്ലാ മലയാളി ഫാദേഴ്സും തിരിച്ചു പോരേണ്ടി വന്നു. അവിടെ അവർ വൊക്കേഷനൊക്കെ എടുത്ത് അവിടെ ഫാദേഴ്സൊക്കെ ആയപ്പം അവർക്ക് നമ്മുടെ മലയാളി ഫാദേഴ്സിനെ വേണ്ട എന്നുള്ളതിൽ വന്നപ്പം അവർ തിരിച്ചു പോരേണ്ടി വന്നു, അവരെ എല്ലാം ഏൽപ്പിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ മലയാളീസായിട്ട് അവിടെ മുസൂസുവിൽ. ഞങ്ങളുടെ ഡയസിസ് ഒരു ചെറിയ ഡയസിസാണ്. 18 പാരിഷുള്ള ഒരു ചെറിയ ഡയസിസ്. ഞങ്ങളുടെ ബിഷപ്പ് ഒരു അയർലൻഡുകാരനാണ്, ജോൺ റയൻ എന്നാണ് ബിഷപ്പിൻ്റെ പേര്. ബിഷപ്പ് എപ്പോഴും പറയും നമ്മുടെ മുസൂസു ഡയസിസ് ഇനിയും ഡെവലപ്പ് ആയിട്ടില്ല. ആക്ച്വലി മലാവിയിൽ 8 ഡയസിസ് ഉണ്ട്. 8 ഡയസിസിൽ 6 ഡയസിസും ഏതാണ്ട് ഡെവലപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. കാരണം അവിടെ കുറേ മിഷണറീസും ഉണ്ട്. ഞങ്ങളുടെ മുസൂസു ഡയസിസ് ആണെങ്കിൽ ഫാദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ കുറച്ചുള്ളൂ. മിഷണറീസായിട്ട് 5 കോൺഗ്രിഗേഷൻസേ ഉള്ളൂ. 2 കോൺഗ്രിഗേഷൻ ഫാദേഴ്സും പിന്നെ 3 കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സായിട്ട് അങ്ങനെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഡെവലപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ ബിഷപ്പ് എപ്പോഴും പറയും എനിക്ക് കുറേ മിഷണറീസിനെ കൊണ്ടുവരണം, ഡയസിസ് കുറച്ചും കൂടി ഡെവലപ്പ് ആക്കണം. കാരണം ഒത്തിരി ജനങ്ങളുണ്ടെങ്കിലും അധികം വിശ്വാസമില്ല. ജനങ്ങളൊക്കെ കുറേ ഡിനോമിനേഷൻസ് ഉണ്ട് ആഫ്രിക്കയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പള്ളിയിൽ വരുന്ന കത്തോലിക്കരായാലും അവർ ഏതെങ്കിലും ഡിനോമിനേഷൻസ് കുറച്ച് പൈസയോ അല്ലെങ്കിൽ സമ്മാനമൊക്കെ ആയിട്ട് കൊടുക്കുമ്പം അവർ ആ ഡിനോമിനേഷനിലേക്ക് പോകും. അവർക്ക് വലിയ ഫെയ്ത്ത് ഉണ്ടെങ്കിലും അവരുടെ ഫെയ്ത്ത് ഡീപ്പല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മിഷണറീസ് വന്നാൽ കുറച്ചും കൂടിയും ഡയസിസിനെ ഡെവലപ്പ് ആക്കാൻ പറ്റുന്നു ബിഷപ്പ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഹോളിഡേയ്സിന് പോരുമ്പോഴായാലും ബിഷപ്പ് പറഞ്ഞു, ട്രീസ ഒരു കാര്യം ചെയ്യണം, ബിഷപ്പിൻ്റെ അടുത്ത് പറയണം കുറച്ചും കൂടി അച്ഛന്മാരെ ആഫ്രിക്കയിലെ മലാവിയിലെ മുസൂസിലേക്ക് വേണം. പക്ഷെ പൈസയൊന്നുമില്ല, രൂപതയ്ക്ക് സഹായിക്കാനായിട്ട് പൈസയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആരും ഇൻവൈറ്റ് ചെയ്യാത്തത്. അപ്പം നിങ്ങളുടെ ബിഷപ്പുമാർക്ക് അങ്ങനെ സന്മനസ്സുള്ളവരുണ്ടെങ്കിൽ അച്ഛന്മാരെയൊക്കെ വിടണം. പിന്നെ സിസ്റ്റേഴ്സായാലും കുറേ പ്രോൻഷാളമ്മമാരും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രോൻഷാളമ്മമാരോടും അപ്പോൾ ഇൻവൈറ്റ് ചെയ്യാണ്. ഇനി ഞങ്ങളുടെ സ്കൂളിലായാലും പിള്ളേരൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് തുടർന്ന് പഠിക്കാൻ ഡിഗ്രിക്കൊന്നും ചേരാനായിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ചേരാമെന്നാണ് പറയാം 12ാം ക്ലാസ് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് പോകാനായിട്ട് പൈസ ഇല്ലാത്ത കാരണം
ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ പിള്ളേർ പറയും, സിസ്റ്ററെ ഞങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, കാരണം +2 കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലിരിക്കും, പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആരുമില്ല. പിന്നെ മെയിനായിട്ട് അവിടെ കുറച്ച് ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഡോണേഴ്സ് വഴിയാണ്. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ വളണ്ടിയേഴ്സായിട്ട് കുറേ പേര് വരും അവിടെ. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി, ഡോണേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് കുറച്ച് പേരെങ്കിലും പഠിക്കുന്നത്. പക്ഷെ അവിടെയുള്ള പിള്ളേരൊക്കെ നല്ല ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ ഞാൻ ഒരു നേഴ്സാണ്, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റല് എന്നും പറയാൻ പറ്റില്ല, ഒരു ഹെൽത്ത് സെൻ്ററാണ്. ഹെൽത്ത് സെൻ്ററിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ 2014 ഞാൻ പോകുമ്പം ഡോക്ടറില്ല, വേറെ നേഴ്സസ് ആരുമില്ല. അപ്പം ഞങ്ങൾ 2 സിസ്റ്റേഴ്സ് ഉണ്ട് പാലക്കാട് പ്രൊവിൻസിന് നേഴ്സസായിട്ട്. അപ്പം ഞങ്ങൾ 2 പേര് തന്നെയാണ് ഡോക്ടറും നേഴ്സും കമ്പൗണ്ടറും എല്ലാം ഞങ്ങൾ തന്നെ. അപ്പോൾ ഡെയിലി ഒരു 150-200 പേഷ്യൻസ് വരും. എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ പരാതിയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് നല്ലൊരു ഇഷ്ടമായിരുന്നു ഇങ്ങനെ സർവീസ് ചെയ്യാൻ. കാരണം ഇവിടുന്ന് നേഴ്സായിട്ട് പോയിട്ട് അവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പം അതിലൊരു ക്രെഡിറ്റ് ആയിരുന്നു. പിന്നെ അവിടെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പം പോലീസുകാരിങ്ങനെ എന്താ ഓരോ ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ ചെക്ക് ചെയ്യും നമ്മുടെ വണ്ടി. അപ്പം ഞങ്ങളെ കാണുമ്പം കുറേ പേരൊക്കെ ഞങ്ങളുടെ ഇന്ന് ശുശ്രൂഷ സ്വീകരിച്ചവരായതുകൊണ്ട് പറയും, അത് ഡോക്ടറാണ്, അവരെ വിട്ടോ, ചെക്ക് ചെയ്യേണ്ടെന്ന് പറയും. അപ്പം അതൊക്കെ ഞങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ മൊബൈൽ ക്ലിനിക്കിനൊക്കെ പോണ സമയത്ത് 200-300 പേഷ്യൻസ് വരും. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ കൊണ്ടുപോകുന്ന മെഡിസിൻസ് ഒന്നും തികയാറില്ല. അപ്പം എന്തെങ്കിലും ഒരു മെഡിസിൻ എഴുതി അവർക്ക് കൊടുത്തിട്ട് അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ പോക്കോ, നിങ്ങൾ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിടലാണ് പതിവ്. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ മലാവിയിലെ മുസൂസിലെ പൈസയുടെ നല്ല കുറവുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ മുസൂസ് ഡയസിസിന് വേണ്ടി, ഞങ്ങളുടെ പിതാവിന് വേണ്ടി പൈസയായിട്ട് സഹായിച്ചില്ലെങ്കിലും ആളുകളായിട്ട് അച്ഛന്മാരായാലും സിസ്റ്റേഴ്സിനായാലും അങ്ങോട്ട് സ്വാഗതം. പിതാവിനോട് പ്രത്യേകം, പിതാവേ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വിടാനായിട്ട് സന്മനസ് കാണിക്കണം. പിന്നെ അവിടുത്തെ ആളുകൾ ശരിക്കും ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പിന്നെ അച്ഛന്മാർ തീരെ കുറവാണ്. ഞങ്ങളുടെ ഈ മലയാളി അച്ഛന്മാരുണ്ടായിരുന്ന സമയത്ത് 4-5 അച്ഛന്മാരുണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത്, ആ പാരീഷിന് വേണ്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ അവിടുത്തെ മലാവി അച്ഛൻ ആകെ ഒരു അച്ഛനേ ഉള്ളൂ ഒരു പാരീഷിൽ. 24 ഇപ്പം 24 ഔട്ട് സ്റ്റേഷൻസും ഉണ്ട് ഓരോ പാരീഷിൻ്റെ കീഴിലും. അപ്പം ഈ 22 ഔട്ട് സ്റ്റേഷനിലൊക്കെ മാസത്തിൽ ഒരു കുർബാന അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു കുർബാനയൊക്കെയാണ് അവർക്ക് കിട്ടുള്ളൂ. അപ്പം അച്ഛന്മാർ ഭയങ്കര ഷോർട്ടേജാണ്. അപ്പോൾ ആ സമയത്ത് മുന്നേ മലയാളി അച്ഛന്മാരുള്ള സമയത്ത് ഞങ്ങളെ കുർബാന ഇവിടെ പാരീഷിൽ ചൊല്ലിയിട്ട് അവർ ഔട്ട് സ്റ്റേഷനിൽ പോകുമ്പം ഞങ്ങളെയും കൊണ്ടുപോകും, ഈശോനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഔട്ട് സ്റ്റേഷനിൽ പോയിട്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഈശോനെ കൊടുക്കാനായിട്ട്. അഗുളുപ്പന്മാരുണ്ട് അവിടെ, കുറേ അഗുളുപ്പ എന്ന് പറഞ്ഞാൽ ഫാദേഴ്സിനെ പോലെ തന്നെ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കും കുറേ നാൾ. ഇവിടുത്തെ കപ്പ്യാരെന്നൊക്കെ പറയുന്ന പോലെയാണ് അവിടെ അവർ ശരിക്കും അച്ഛന്മാരെ പോലെ പ്രെയർ സർവീസ് നടത്തും. പക്ഷെ കുർബാനയ്ക്ക് കൊടുക്കാൻ അവർക്ക് അനുവാദമില്ല. അപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ആളുകൾക്ക് ഇതൊക്കെ പക്ഷെ ഇപ്പോൾ മലയാളി അച്ഛന്മാർ പോകുന്ന പിന്നെ അവിടെ അച്ഛന്മാരില്ലാത്തത് കൊണ്ട് ഒരച്ഛനായതുകൊണ്ടും പിന്നെ അവിടുത്തെ അച്ഛന്മാർക്ക് അങ്ങനെ അവർ ഹാർഡ് വർക്കല്ല, ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അതിലും കൂടുതൽ അവർ അർപ്പിക്കില്ല. അപ്പം അതുകൊണ്ട് ആളുകൾക്കായാലും നല്ല ബുദ്ധിമുട്ടാണ് ഈശോനെ കിട്ടാണ്ട്. ആത്മീയമായിട്ട് വളരെ ഡ്രൈ ആണ് ഇപ്പം. അതുകൊണ്ട് ഞാൻ വീണ്ടും വിനീതമായി അപേക്ഷിക്കുന്നു, കുറച്ച് അച്ഛന്മാരും സിസ്റ്റേഴ്സും മലാവിയിലേക്ക്. അവിടുത്തെ ആളുകൾ നല്ല സ്വാഗതമാണ്, നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യക്കാരെ ഒത്തിരി ഇഷ്ടമാണ്. അവർ നമ്മളെ ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. റെസ്പെക്റ്റ്. നമ്മൾ അവരുടെ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ ഇങ്ങനെ മുട്ടുകുത്തിയിട്ടൊക്കെ നമ്മുടെ അടുത്ത് വർത്താനമൊക്കെ പറയാം. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഈശോയെ പകർന്നു കൊടുക്കാൻ ഒത്തിരി അവസരങ്ങളുണ്ട്. അപ്പോൾ
ഇനി ഞാൻ അധികം പറയുന്നില്ല. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.